നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 696th ഡേ. ടുഡേ പ്രഥമസ്കന്ധ 6th chapter 15th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 696 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. പരിശ്രാന്ത്രീന്ദ്രിയാത്മാഹം തൃഡ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദയേനദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ. പരിശ്രാന്ത്രേന്ദ്രിയാത്മാഹം തൃഡ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദയേനദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ. ഓം തത്സത്. പരിശ്രാന്ത്രേന്ദ്രിയാത്മാ അഹം തൃഡ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദയേനദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. പരിശ്രാന്ത്രേന്ദ്രിയാത്മാ എന്ന് പറഞ്ഞാൽ പരിശ്രാന്തങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളോടും ശരീരത്തോടും കൂടിയവനും. പരിശ്രാന്തത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച തളർന്നുപോയ ഇന്ദ്രിയത്തോടും ശരീരത്തോടും കൂടിയവനും. തൃഡ്പരീത ദാഹത്താൽ പരിതപിക്കപ്പെട്ടവനും വ്യാപിക്കപ്പെട്ടവനും ദാഹം കൊണ്ട് വളരെയധികം ദാഹമുള്ളവനും. ബുഭുക്ഷിത ആഹാരത്തിന് ആഗ്രഹം വിശപ്പോടു കൂടിയവനും. ബുഭുക്ഷിത ആഹാരത്തിന് ആഗ്രഹമുള്ളവനും. അഹം അത് ആദ്യം അഹം. പരിശ്രാന്തേ ആത്മാഹം. അവിടെ അഹം ഞാൻ. നദ്യ നദിയുടെ. ഹൃദ എന്ന് പറഞ്ഞാൽ ഹൃദയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അത് ആഴമുള്ള ശരീര ഭാഗത്ത്. നദിയുടെ ആഴമുള്ള ഭാഗത്ത്. ഉപസ്പൃഷ്ട എന്ന് പറഞ്ഞാൽ ആചമനം ചെയ്തവനായിട്ട്. പീത്വ സ്നാത്വ എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട്. പീത്വ കുടിച്ചിട്ട്. ശ്രമം അതായത് ആ ക്ഷീണം തീർത്തവനായി. ഗതശ്രമ ഗത ഇല്ലാതാക്കി ക്ഷീണത്തെ. ശ്രമം തീർന്നവനായി ക്ഷീണത്തെ ഇല്ലാതവനാക്കി എന്ന് പറയുകയാണ്. അതായത് ഇത്രയും ദൂരം നടന്ന് വടക്കോട്ട് നടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വർണ്ണിച്ചു തന്നു. കഴിഞ്ഞ 4 ശ്ലോകത്തിലായിട്ട് ഇങ്ങനെ വടക്കോട്ട് നടന്ന് കാടുകളും ഇതും ഒക്കെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന നാരദർ വളരെ പരിക്ഷീണനായി. ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം തളർന്നു. നല്ല ദാഹവും വിശപ്പും ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു നദി കാണുകയും ആ നദിയുടെ ആഴമുള്ള ഭാഗത്തിറങ്ങി അതാണ് ഹൃദയത്തിലിറങ്ങി ആഴമുള്ള ഭാഗത്തിറങ്ങി കുളിച്ച് ആചമനമൊക്കെ ചെയ്ത് നദിയിൽ നിന്നും വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റി ഇരുന്നു എന്ന് പറയുകയാണ്. ക്ഷീണം മാറ്റി എന്ന് പറയുകയാണ്. ഇരുന്നു എന്ന് പറയുന്നില്ല, ക്ഷീണം തീർന്നവനായി തീർന്നു എന്ന് പറയുകയാണ്. നദി കണ്ടപ്പോൾ നദിയുടെ ആഴമുള്ള ഭാഗത്തിറങ്ങി നന്നായി കുളിച്ച് വെള്ളവും കുടിച്ച് ദാഹം തീർത്തു ശരീരത്തിൻ്റെ ക്ഷീണവും മാറ്റി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം ഒരിക്കൽ കൂടി. പരിശ്രാന്തേന്ദ്രിയാത്മാഹം തൃഡ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദയേനദ്യ ഉപസ്പൃഷ്ടോ ഗതശ്രമ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.